എം ഡിയുടെ മൃതദേഹം വീട്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയുന്ന പോലെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്നുണ്ട്. അഭിജിത്ത്, വളരെ അടുത്ത് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്. എത്ര നേരം കൊണ്ട് അവിടെ എത്തും? എന്താണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്? SKN ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് MTയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. തൊട്ടടുത്ത് തന്നെയാണ് MTയുടെ വീട്. കൊട്ടാരം റോഡ്, നടക്കാവ് കൊട്ടാരം റോഡിലെ സിതാര എന്ന വീട്ടിലാണ് MTയുടെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോകുന്നത്. കേവലം കിലോമീറ്ററുകൾ, 3-4 കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഈ വീട്. അതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് മൃതദേഹം അവിടേക്ക് കൊണ്ടുപോകും. ഇന്ന് രാത്രി അവിടെയാണ് മൃതദേഹം ഉണ്ടാവുക. തുടർന്ന് നാളെ രാവിലെയാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം അവിടെ ഈ വീട്ടിലുണ്ടാവുക. മറ്റ് വിലാപയാത്രയോ പൊതുദർശനമോ ഒന്നും തനിക്ക് വേണ്ട എന്ന് MT നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരും ഈ മൃതദേഹത്തെ അനുഗമിക്കുകയാണ്. ഇത് നേരെ ആംബുലൻസിലേക്ക് കയറ്റിയ ശേഷം കൊട്ടാരം റോട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. തുടർന്ന് അവിടെയാണ് രാത്രി മൃതദേഹം സൂക്ഷിക്കുക. തുടർന്ന് നാളെ രാവിലെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം അത് നിരവധി പേർ, സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ നാളെ വീട്ടിലേക്ക് എത്തുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പോൾ കാണാം മന്ത്രി AK ശശീന്ദ്രൻ, ഒപ്പം എഴുത്തുകാർ, നിരവധി രാഷ്ട്രീയ, സാമൂഹിക മേഖലകളിലെ നിരവധി പേർ ഇപ്പോൾ ഈ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് ഇവിടെ ഉണ്ട്. ഏറ്റവും പ്രമുഖനായ കേരളത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ തന്നെ, കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ അടയാളപ്പെടുത്തലായ MT വാസുദേവൻ നായർ അദ്ദേഹം കൊണ്ടുവരികയാണ്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചില നിബന്ധനകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം വെന്റിലേറ്റർ സൗകര്യം അദ്ദേഹത്തിന് വേണ്ട, തനിക്ക് സാധാരണ നിലയിൽ ശ്വാസോച്ഛ്വാസം ചെയ്യണം എന്ന ഒരു നിർബന്ധം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. മറ്റൊന്ന്, പൊതുദർശനം ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ MTയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തനിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരുന്നവർ, ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വരുന്നവർ വീട്ടിൽ വരട്ടെ എന്നാണ് അദ്ദേഹം അടുത്ത ബന്ധുക്കളെ അറിയിച്ചിരുന്നത്. അതനുസരിച്ചാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. MTയുടെ മൃതശരീരം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് 10-12 ദിവസമായി അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ചേതനയേറ്റ ശരീരം കൊട്ടാരം റോഡിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക. പൊതുദർശനം ഉണ്ടാകില്ല. MT ആഗ്രഹിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് അവസാനമായി കണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ളവർക്ക് ഞാൻ വീട്ടിൽ വന്ന് കാണട്ടെ എന്നായിരുന്നു അദ്ദേഹം ബന്ധുക്കളോട് പറഞ്ഞിരുന്നത്. അതനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ ആംബുലൻസിലേക്ക് മൃതശരീരം കയറ്റിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഏതാനും ദൂരം മാത്രം അകലെയുള്ള കൊട്ടാരം റോഡിലെ MT വാസുദേവൻ നായരുടെ വസതിയിലേക്ക് ആ മൃതശരീരം കൊണ്ടുപോവുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന് ആശുപത്രി പരിസരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിജിത്ത്, പറയൂ. ഗോപി, നിലവിലിപ്പോൾ MT വാസുദേവൻ നായരുടെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. കേവലം കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. നടക്കാവ് കൊട്ടാരം റോട്ടിലുള്ള വീടാണ് അദ്ദേഹത്തിൻ്റേത്. അവിടേക്ക് ഏതാനും മിനിറ്റുകൾക്കകം തന്നെ മൃതദേഹം എത്തുകയും ചെയ്യും. അവിടെയാണ് മൃതദേഹം ഇന്ന് സൂക്ഷിക്കുക. തുടർന്ന് നാളെ രാവിലെ അന്തിമോപചാരത്തിനുള്ള അവസരം അത് എല്ലാവർക്കും അതിനുള്ള അവസരം ഒരുക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് പൊതുദർശനം വേണ്ട, വിലാപയാത്ര വേണ്ട എന്നൊക്കെ നേരത്തെ തന്നെ MT തൻ്റെ കുടുംബാംഗങ്ങളുമായി പങ്കുവെച്ച ആവശ്യങ്ങളാണ്. തന്നെ വെന്റിലേറ്ററിൽ കിടത്തരുത് തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ, കൃത്രിമമായ ശ്വാസോച്ഛ്വാസം തനിക്ക് നൽകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ തൻ്റെ ബന്ധുക്കളുമായി പങ്കുവെച്ചതാണ്. അക്കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നിബന്ധനയുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൻ്റെ മരണശേഷം പൊതുദർശനം ഉണ്ടാകരുത്, വിലാപയാത്ര ഉണ്ടാകരുത് എന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ നിശ്ചയിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു.